കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ ഒരു 45 വയസ്സുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ലിംഗത്തിൻ്റെ ഉദ്ധാരണ പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. വർഷങ്ങളോളം മരുന്ന് കഴിച്ചിട്ട് പോലും ഒരു ശരിയായ ഉദ്ധാരണം ലഭിക്കാത്തത് കൊണ്ട് അദ്ദേഹം കേരളത്തിലെ വളരെ പ്രമുഖനായ ഒരു യൂറോളജിസ്റ്റിനെ സമീപിക്കുകയും ആ യൂറോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഒരു പിനൈൽ ഇംപ്ലാന്റ് സർജറിക്ക് വിധേയമാവുകയും ഒക്കെ ചെയ്തു. ഈ പിനൈൽ ഇംപ്ലാന്റ് സർജറി എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ ലിംഗം കീറിമുറിച്ച് അതിനുള്ളിൽ ഉദ്ധാരണത്തിന് സഹായിക്കുന്ന ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള സിലിക്കൺ കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തു നിക്ഷേപിക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ലിംഗത്തിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വികാരം കുറയുകയും പലപ്പോഴും ഒരു മരവിപ്പ് അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്നു എന്നായിരുന്നു. പക്ഷേ അത് സംസാരിക്കാൻ വേണ്ടി ആയിരുന്നില്ല അദ്ദേഹം എന്നെ വിളിച്ചത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന ഒരു ലൈംഗിക പ്രശ്നത്തെ പറ്റി ചെയ്ത ഒരു വീഡിയോയെ പറ്റി സംസാരിക്കുവാനായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചത്. ഈ പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന ലൈംഗിക പ്രശ്നമാണ് പുരുഷന്മാർ മെത്തയിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ശരീരത്തിൻ്റെ മുഴുവനും ഭാരം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സ്വയംഭോഗ ശൈലി. അപ്പം ഈ ഒരു സ്വയംഭോഗ ശൈലി ശീലിച്ച് വരുന്ന ഒരു വലിയ ന്യൂനപക്ഷം പുരുഷന്മാർക്ക് അവരുടെ ഭാവിയിൽ വിട്ടുമാറാത്ത ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നത്തെപ്പറ്റി ആദ്യമായിട്ട് പഠിക്കുകയും ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്യുകയും ഒക്കെ ചെയ്തത് വിവോക്സിൻ്റെ സഹസ്ഥാപകനും കൂടിയായ ഡോക്ടർ ലോറൻസ് ഐ സാങ് ആണ്. ആ ഫോൺ വിളിച്ച വ്യക്തി എന്നോട് പറഞ്ഞത് ഞാൻ ഡോക്ടർ ലോറൻസ് ഐ സാങ്കുമായിട്ട് ചെയ്ത ആ വീഡിയോ അദ്ദേഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പറ്റിയ ആന മണ്ടത്തരത്തെ പറ്റി വളരെ വേദനാജനകമായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്നായിരുന്നു. എന്തായിരുന്നു ആ മനുഷ്യന് പറ്റിയ അബദ്ധം? ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം പല പുരുഷന്മാർക്കും ഉണ്ടാകാറുള്ള ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് പിന്നിലെ ഒട്ടുമിക്ക ഡോക്ടർമാർക്ക് പോലും അറിഞ്ഞുകൂടാത്ത കാരണങ്ങളെ പറ്റിയും അതെങ്ങനെ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയും അടുക്കൽ പോകാതെ പരിഹരിക്കാൻ പറ്റും എന്നതിനെ പറ്റിയുമാണ്. ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് അമേരിക്കയിലെ പ്രശസ്ത ഹാർവാർഡ് ട്രെയിൻ സെക്സ് തെറാപ്പിസ്റ്റായ ഡോക്ടർ ലോറൻസ് ഐ സാങ് ആണ്. അദ്ദേഹം നമ്മളുടെ വിവോക്സിൻ്റെ സഹസ്ഥാപകനും ലോകത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന പുരുഷന്മാരുടെ ലൈംഗിക ബുദ്ധിമുട്ടായ പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന പ്രശ്നത്തെപ്പറ്റി ആദ്യമായിട്ട് പഠനം നടത്തിയ വ്യക്തിയും കൂടെയാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. കാലഹരണപ്പെട്ട പഠനങ്ങളും സദാചാരവുമൊക്കെ വൈദ്യശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് തള്ളുന്ന ഒരു വിഭാഗം ആളുകളാണ് കേരളത്തിൽ സെക്സോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ബോർഡും വെച്ചിരിക്കുന്ന 99% ഡോക്ടർമാരും. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഡോക്ടർമാരെ ഒന്നും ഇൻ്റർവ്യൂ ചെയ്യാതെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്സുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയും സഹായം ആവശ്യമില്ല. അവിടെ വേണ്ടത് ശരിയായ അറിവും കൗൺസിലിങ്ങും മാത്രം മതി. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ലിംഗത്തിൻ്റെ വികാരവും ഉദ്ധാരണ ശേഷിയും ഒക്കെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള സ്വയംഭോഗ ശൈലികളെ പറ്റിയുള്ള പഠനങ്ങൾ ധാരാളമായിട്ട് വന്നു തുടങ്ങിയത് 2010 ശേഷം മാത്രമായിരുന്നു. ഈ ഒരു മേഖലയിൽ ഏറ്റവും ആദ്യത്തേത് എന്ന് വിശേഷിപ്പിക്കാവുന്ന പഠനം വിവോക്സിൻ്റെ സഹസ്ഥാപകനും കൂടിയായ ഡോക്ടർ ലോറൻസ് ഐ സാങ് 1998 ചെയ്ത പഠനമായിരുന്നു. അദ്ദേഹം അന്ന് പബ്ലിഷ് ചെയ്ത ആ ഒരു പഠനമാണ് വിവോക്സിൻ്റെ പ്രേക്ഷകർക്ക് ഇന്ന് വളരെ സുപരിചിതമായ പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന പ്രശ്നം. ഈ ഒരു സ്വയംഭോഗ ശൈലി മാത്രം ശീലിച്ചു വരുന്ന ഒരു വലിയ ന്യൂനപക്ഷം പുരുഷന്മാർക്ക് ഭാവിയിൽ അവരുടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണശേഷിയും വികാരവും ഒക്കെ ഇല്ലാതാകാനുള്ള ഒരു വലിയ അപകടമുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രധാന വിഷയം അതല്ല. ഈ പ്രോൺ മാസ്റ്റർബേഷനെ പറ്റി കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒട്ടുമിക്ക ഡോക്ടർമാർ കേട്ടിട്ട് പോലും ഇല്ലാത്തത് കൊണ്ട് ഈ പ്രോൺ മാസ്റ്റർബേഷൻ മൂലമുണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ ഒരു യൂറോളജിസ്റ്റിനെയോ സെക്സോളജിസ്റ്റിനെയോ ഒക്കെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ ഇതിന് വയഗ്ര പോലെയുള്ള മരുന്നുകൾ നൽകി ചികിത്സിക്കാൻ നോക്കും. ഈ പ്രോൺ മാസ്റ്റർബേഷൻ മൂലമുണ്ടാകുന്ന ഉദ്ധാരണ പ്രശ്നങ്ങൾ നിങ്ങൾ വയഗ്ര കഴിച്ച് നേരെയാക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിന് ശരിയായ രീതിയിൽ കൈ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്ത് പഠിക്കുക തന്നെ വേണം. അങ്ങനെ ചെയ്ത് പരിശീലിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ നിങ്ങളുടെ ലിംഗത്തിന് നഷ്ടപ്പെട്ടു പോയ ആ ഉദ്ധാരണശേഷിയും വികാരവും ഒക്കെ തിരികെ കൊണ്ടുവരാൻ പറ്റും, ഏത് പ്രായത്തിലാണെങ്കിൽ പോലും. എന്നെ ഫോൺ വിളിച്ച് സംസാരിച്ച 45 വയസ്സുകാരന് പറ്റിയ അബദ്ധം അതായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ പ്രോൺ മാസ്റ്റർബേഷനെ പറ്റി ചെയ്ത വീഡിയോ കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് മനസ്സിലായത് ഇങ്ങനെയും ഒരു പ്രശ്നമുണ്ട് എന്ന്. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ലിംഗത്തിൻ്റെ സർജറി കഴിഞ്ഞിരുന്നു. താൻ കാണാൻ പോയ ഒരൊറ്റ ഡോക്ടർ പോലും ഈ ഒരു പ്രശ്നത്തെപ്പറ്റി തന്നോട് സംസാരിച്ചില്ല എന്ന് ആ മനുഷ്യൻ വളരെ വിഷമത്തോടുകൂടെ എന്നോട് പറയുകയുണ്ടായി. ഞാൻ ചെയ്ത ഈ വീഡിയോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കുറച്ച് നാൾ മുമ്പ് പെട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞാനേ എന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. ഈ 45 വയസ്സുകാരൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല. കാരണം എന്നെ ഈ പ്രോൺ മാസ്റ്റർബേഷൻ മൂലം ഉണ്ടാകുന്ന ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് വിളിക്കുന്ന ഒട്ടുമിക്ക പുരുഷന്മാരും പറയുന്നത്, അവരെ കൺസൾട്ട് ചെയ്ത പല യൂറോളജിസ്റ്റുമാരും പറയുന്നത് ഇത് വീനസ് ലീക്കേജ് കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്നും അത് പരിഹരിക്കാൻ അവർക്കൊരു പിനൈൽ ഇംപ്ലാന്റ് സർജറി തന്നെ വേണം എന്നുമൊക്കെയായിരുന്നു. ഈ വീനസ് ലീക്കേജ് എന്ന് പറയുന്ന അവസ്ഥയാണ് ഒരു പുരുഷൻ്റെ ലിംഗത്തിലെ ഞരമ്പുകൾക്ക് ആ ഉദ്ധാരണത്തിന് സഹായിക്കുന്ന രക്തം പിടിച്ചു നിർത്താൻ പറ്റാതാകുന്ന അവസ്ഥ.
അങ്ങനെ അതൊരു ഉദ്ധാരണ പ്രശ്നത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ടും ഈ പ്രോൺ മാസ്റ്റുർബേഷനെ പറ്റി കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു ഡോക്ടർക്ക് ഈ വിട്ടുമാറാത്ത ഉദ്ധാരണമില്ലായ്മ സർജറി തന്നെ ചെയ്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അങ്ങനെ അവിടെ ആവശ്യമില്ലെങ്കിൽ പോലും ഒരു പിനൈൽ ഇംപ്ലാന്റ് സർജറി നിർദ്ദേശിക്കുകയും ചെയ്യും. ഈ കയ്യിൽ ചുറ്റികയുള്ള ആശാരിക്ക് കാണുന്നതെല്ലാം ആണിയായിട്ട് തോന്നും എന്ന് പറയുന്നത് പോലെയാണിത്. അതുകൊണ്ടാണ് ഡോക്ടർമാർ ലൈംഗികതയിൽ വരുന്ന പുതിയ ഗവേഷണങ്ങൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പണി കിട്ടുന്നത് ഇവരെ വിശ്വസിച്ച് ഇവരുടെ അടുക്ക വരുന്ന ജനങ്ങൾക്കായിരിക്കും. സത്യത്തിൽ ഈ പ്രോൺ മാസ്റ്റുർബേഷൻ പോലെയുള്ള സ്വയംഭോഗ ശൈലിയിലൂടെ വീനസ് ലീക്കേജ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഞാൻ പ്രോൺ മാസ്റ്റുർബേഷനെ പറ്റി 1998 ഒരു പഠനം നടത്തിയതിന് ശേഷം ഇന്നേ വരെ ഈ ഒരു സ്വയംഭോഗ ശൈലി കാരണം വീനസ് ലീക്കേജ് ഉണ്ടായതായിട്ട് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ കണ്ടിട്ടില്ല. സംഭവിക്കാവുന്നത് ലിംഗത്തിൻ്റെ വികാരം നഷ്ടമാവുകയും ചില ആളുകളിൽ വളരെ സൂക്ഷ്മമായ, ഇംഗ്ലീഷിൽ മൈക്രോ ഇഞ്ചുറീസ് എന്ന് വിളിക്കുന്ന മുറിവുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമൊക്കെയാണ്. പക്ഷേ അതൊക്കെ ഒരു വൈദ്യസഹായം ഇല്ലാതെ തന്നെ പൂർണ്ണമായും ഭേദപ്പെടുന്ന മുറിവുകളും പ്രശ്നങ്ങളുമൊക്കെ തന്നെയാണ്. അതുമൂലം നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഞരമ്പുകൾക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ലിംഗത്തിന് നേരിട്ട് എന്തെങ്കിലും ക്ഷതമോ പ്രഹരമോ ഒന്നും സംഭവിക്കാതെ ഒരു സ്വയംഭോഗത്തിലൂടെ മാത്രം ഞരമ്പുകൾക്കും രക്തവാഹിനി കുഴലുകൾക്കുമൊക്കെ ഒരു ക്ഷതം സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, വർഷങ്ങളോളം പ്രോൺ മാസ്റ്റുർബേഷൻ മാത്രം ശീലിച്ചു വന്ന വ്യക്തിയുടെ ലിംഗത്തിൽ ഉണ്ടാകുന്ന ഒരു വികാരം ഇല്ലായ്മയും വിട്ടുമാറാത്ത ഉദ്ധാരണ പ്രശ്നവുമൊക്കെ ഒരു ഡോക്ടറിനെ ഇത് സംഭവിക്കുന്നത് വീനസ് ലീക്കേജ് കാരണമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കും. മാത്രവുമല്ല, പല ഡോക്ടർമാർക്കും ഈ പിനൈൽ ഇംപ്ലാന്റ് ചെയ്യുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. ഇന്ത്യയിലെ പല ഹോസ്പിറ്റലുകളിലും ഈ പിനൈൽ ഇംപ്ലാന്റ് സർജറി എന്ന് പറയുന്നത് ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഞാൻ പറഞ്ഞു വന്നത് പിനൈൽ ഇംപ്ലാന്റ് ആരും ചെയ്യാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല, അതിന് തക്കതായ ഒരു കാരണം കൂടെ വേണം. എപ്പോഴൊക്കെയാണ് ഒരു പിനൈൽ ഇംപ്ലാന്റ് ആവശ്യമായിട്ട് വരിക? വിവോക്സിൻ്റെ പ്രേക്ഷകർ അറിയുവാൻ വളരെയധികം താല്പര്യം കാണിച്ച ഒരു ചോദ്യം കൂടിയാണ് ഇത്. ഒന്ന്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ കാരണം, പിനൈൽ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ബ്ലാഡർ ക്യാൻസർ, ടെസ്റ്റിക്കുലർ ക്യാൻസർ, അതുപോലെ തന്നെ നിയന്ത്രണത്തിലല്ലാത്ത പ്രമേഹം എന്ന് തുടങ്ങിയ രോഗങ്ങൾ കാരണം നിങ്ങളുടെ ഉദ്ധാരണം നഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ ഒരു പിനൈൽ ഇംപ്ലാന്റ് ആവശ്യമായിട്ട് വരും. രണ്ട്, ചില വ്യക്തികളുടെ ലിംഗങ്ങൾക്ക് ജനിതകമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികളുടെ ലിംഗം വളരെ വളരെ ചെറുതായിരിക്കും. ഇംഗ്ലീഷിൽ ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മൈക്രോ പീനിസ്. അതായത് വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ഉദ്ധരിക്കുന്നതിന് മുൻപ് വലിച്ചു നീട്ടപ്പെട്ട അവസ്ഥയിൽ, ഇംഗ്ലീഷിൽ സ്ട്രെച്ച്ഡ് പിനൈൽ ലെങ്ത് എന്ന് പറയുന്ന അവസ്ഥയിൽ 2.5 ഇഞ്ചിൽ താഴെ മാത്രം വരുന്ന ലിംഗങ്ങളെയാണ് മൈക്രോ പീനിസ് എന്ന് വിളിക്കുന്നത്. ഈ ലിംഗവലിപ്പമുള്ള വ്യക്തികൾക്ക് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലും ഒരു പിനൈൽ ഇംപ്ലാന്റ് തന്നെ വേണ്ടിവരും. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.